ലോത്ത് കാണിച്ച ആ അതിഥി സൽക്കാരം അതിൽ കുറവുകളുണ്ടായി. എന്നാലും ആ സോദോം പോലൊരു സ്ഥലത്ത് അതൊരു വേറിട്ട കാര്യമായിരുന്നു. നമ്മൾ ജീവിക്കുന്ന ലോകവും ചിലപ്പോഴൊക്കെ സോദോം പോലെയാണ്. സ്നേഹമില്ലായ്മ, ദേഷ്യം, സ്വാർത്ഥത. അതെ, ഇങ്ങനെയുള്ളൊരു ലോകത്തില് നമ്മളും മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് കഷ്ടപ്പെടുന്നവർക്ക്, ഒറ്റപ്പെട്ടവർക്ക് ഒരഭയവും ദയയും സ്നേഹവും കൊടുക്കണം. അബ്രഹാമിനെ പോലെ, ലോത്തിനെ പോലെ അവന്റെ നല്ല സമയത്ത്. പ്രായോഗികമായി അതെങ്ങനെ ചെയ്യാം? ചിലപ്പോൾ ഒരു സഹായം ആവശ്യമുള്ള അയൽക്കാരനെ സഹായിക്കുന്നത്, ഒറ്റയ്ക്കിരിക്കുന്ന ഒരാളോടൊരു വാക്ക് സംസാരിക്കുന്നത്, അനീതി കാണുമ്പോൾ മിണ്ടാതിരിക്കാതിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ക്രിസ്തുവിന്റെ വെളിച്ചം കാണിക്കുന്ന ഒന്നായി മാറുന്നത്. നമ്മുടെ വീട്, വാക്ക്, പ്രവൃത്തി, ജീവിതം ഇതെല്ലാം യേശുവിലേക്ക് വിരൽ ചൂണ്ടണം. കാരണം നമ്മുടെ പാപത്തിന്റെ തീയിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്ന യഥാർത്ഥ അഭയം യേശുവാണല്ലോ. അതെ, അബ്രഹാം ദൂരെ നിന്ന പുക കാണുമ്പോൾ അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നതും ലോത്ത് രക്ഷപ്പെട്ടു എന്നതും അവനോട് ആശ്വാസം നൽകി കാണും. ദൈവം വാക്ക് പാലിക്കുന്നവനാണ്, പ്രാർത്ഥന കേൾക്കുന്നവനാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ. അപ്പോ പ്രിയപ്പെട്ടവരെ, ഈ ഉൽപ്പത്തി 19 നമുക്കൊരു മുന്നറിയിപ്പും അതേസമയം ഒരു ക്ഷണവുമാണ്. മുന്നറിയിപ്പ്: ലോകത്തിന്റെ സ്വാധീനത്തിനെതിരെ, പാപത്തിനെതിരെയുള്ള വിട്ടുവീഴ്ചയ്ക്കെതിരെ ഹൃദയം കാക്കുക. ദൈവം വിളിക്കുമ്പോൾ പിന്നോട്ട് നോക്കാതെ അനുസരിക്കുക. ലോകം എന്തു പറഞ്ഞാലും ദൈവത്തിന്റെ നീതിയിൽ ആശ്രയിക്കുക. ക്ഷണം ഇതാണ്: ദൈവത്തിന്റെ അളവറ്റ കരുണയിൽ ആശ്രയിക്കുക, നമ്മുടെ അഭയമായ യേശുവിലേക്ക് ഓടിയെടുക്കുക. അവന്റെ സ്നേഹം അനുഭവിച്ചിട്ട് ആ സ്നേഹം ആവശ്യമുള്ള ഈ ലോകത്തിലേക്ക് അത് പങ്കുവയ്ക്കുക.